ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ മാസ്റ്ററിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളോടും മാത്രമാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ചില സത്യങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ചതുമായ കാര്യമാണ്. നിങ്ങളിൽ പലർക്കും അറിയാം, ഉള്ളിൽ എത്രയോ പറയാതെ പോയ വേദനകൾ നിശബ്ദമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഇപ്പൊ ക്ലാസ് റെഡി ആണെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. മറക്കണ്ട, വേർഡുകളൊക്കെ മറക്കാൻ തുടങ്ങി. നമുക്ക് ഹാപ്പി ആൻഡ് റെഡി പെട്ടെന്ന് പറയട്ടെ. എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ മാസ്റ്ററിയെ പറ്റിയിട്ടാണ്. ബന്ധങ്ങളില് ഊഷ്മളത എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ബോധം വരുത്തുക എന്ന ഉദ്ദേശത്തിലാണ്. ഇപ്പൊ ക്ലാസ് റെഡി ആണെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. മറക്കണ്ട, വേർഡുകളൊക്കെ മറക്കാൻ തുടങ്ങി. നമുക്ക് ഹാപ്പി ആൻഡ് റെഡി പെട്ടെന്ന് പറയട്ടെ. ക്യാപ്സൂൾ പോലെ പെട്ടെന്ന് പറയട്ടെ. ഇന്ന് കുറെ ടൈപ്പിംഗ് ഉണ്ട് നിങ്ങൾക്ക് ഇടക്കിടക്ക്. യെസ്, കമോൺ. സമയമില്ല, സമയം കുറവാണ്. 10 മിനിറ്റ് 15 മിനിറ്റ് വീഡിയോ തീർക്കണം. നിങ്ങൾ സ്ലോ ആയിക്കൂടാ, എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചോളൂ. യെസ് റെഡി, എല്ലാം റെഡി. ഓക്കെ. അപ്പോ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളോടും മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വാക്ക് നിങ്ങളോട്, ഇനി കേൾക്കുന്ന മുഴുവൻ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ചില സത്യങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ചതുമായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇപ്പോൾ നടത്തുന്നു. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും. പുറത്ത് ലോകം ഇപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ സംസാരിച്ചപ്പോൾ ആർക്കും വലുതായി പറയാൻ ഉണ്ടായില്ല എന്നുള്ള സത്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം നിങ്ങൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ശക്തയായ ഒരു അമ്മയോ ഭാര്യയോ ഒക്കെ ആയി മാറി എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ്. കാരണം ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളെ കേട്ട് നിങ്ങളെ ശീലമായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ശക്തയായി മാറി എന്നത് ആണല്ലോ. ഇപ്പോൾ ശക്തിയാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഞാൻ ഇപ്പോൾ ശക്തിയായ ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? യെസ് ടൈപ്പ് ചെയ്യൂ നോക്കട്ടെ. ശക്തിയായ മാത്രം ടൈപ്പ് ചെയ്യൂ. യെസ്. അനുഭവത്തിലൂടെ നിങ്ങൾ ശക്തയായി മാറി. പക്ഷേ നിങ്ങളിൽ പലർക്കും അറിയാം, ഉള്ളിൽ എത്രയോ പറയാതെ പോയ വേദനകൾ നിശബ്ദമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ജീവിതത്തിൽ സംഭവിച്ച ഇപ്പോൾ എല്ലാം ഞാൻ റെഡിയാണെന്ന് പറയുന്ന ഞാൻ അതിലേക്ക് ടെസ്റ്റിങ്ങിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളൊക്കെ ശക്തിയായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ് എന്റെയും പ്രാർത്ഥന. പക്ഷെ എങ്കിലും അകത്ത് ഉള്ളിലൊരു വലിയ വേദന നീറി പുകയുന്നില്ലേ? ഉണ്ടല്ലോ. പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുള്ളതും പല സന്ദർഭങ്ങളിൽ ആൾക്കാർ എന്നോട് സംസാരിക്കാൻ വന്നപ്പോഴൊക്കെ പറഞ്ഞ ഒരു കാര്യം മാത്രം പറഞ്ഞു പോകാം. അത് നിങ്ങളിൽ ഉണ്ടോ എന്ന്, പറയാത്ത നിങ്ങളിൽ ഉണ്ടോ എന്ന് ചോദിക്കാം. എല്ലാവർക്കും വേണ്ടത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ എന്നെ ആരും പരിഗണിക്കുന്നതേ ഇല്ല എന്നുള്ള നിശബ്ദ വേദന നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? ഈ വാക്ക് പറയുന്നവരില് ഭാര്യമാരുണ്ട്, അമ്മമാരുണ്ട്, മക്കളുണ്ട്, കാമുകിമാരുണ്ട്, ഒക്കെ ഉണ്ട്. പലപ്പോഴും ഇവയെല്ലാം ഒരുമിച്ചായ ആൾക്കാരുമുണ്ട്. അമ്മയായ, ഭാര്യയായ, മക്കളായ, ഞാൻ പറയാ മകളായ, ഒരേ സമയത്ത് നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. ഇവിടെ പറയാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം വളരെ വ്യക്തമായി പറയണം. ഇത് നിങ്ങളുടെ ഒരു പ്രശ്നമല്ല, നിങ്ങൾ നല്ലതല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നവുമല്ല, നിങ്ങൾ സ്നേഹം കൊടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പരിഗണന കൊടുക്കാത്തത് കൊണ്ടുള്ള വിഷയമല്ല, നിങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടുള്ള വിഷയമല്ല. എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? എന്തോ ഒരു സാധനം നിങ്ങൾ മറന്നുപോയത് കൊണ്ടല്ലേ? എന്താണ് അതിന്റെ പേര്? ഒന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. എന്തോ ഒരു സാധനം നിങ്ങൾ മറന്നുപോയി. ഇപ്പൊ അമ്പിളി പറഞ്ഞ ഉത്തരം പണ്ടുണ്ടായിരുന്നു ഇപ്പോഴില്ല എന്ന് പറഞ്ഞ ഉത്തരം. പണ്ടുണ്ടായതിൽ ഇപ്പോൾ എന്താണ് മാറ്റിയത്? എവിടെയാണ് മാറ്റം ഉണ്ടായത്? വീട്ടിലെവിടെയെങ്കിലും മാറിയോ? യെസ്, കറക്റ്റ് ആൻസർ. നിങ്ങൾ ഇപ്പോൾ അത് ഉണ്ടാവാനുള്ള കാരണം നിങ്ങൾ
സ്വയം മറന്നുപോയത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ മറന്നു. കറക്റ്റ് ഉത്തരം ഇസ് റെഡി. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ മറന്നുപോയ കാലമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം മാറി തുടങ്ങി. അല്ലെ, വീട്ടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? നിങ്ങളെ വീട്ടിലെ ഭർത്താവ് മാറിയിട്ടുണ്ടോ? മക്കൾ മാറിയിട്ടുണ്ടോ? ആരാ മാറിയിട്ടില്ലേ? അല്ലേ? മാറിയതെല്ലാം നമ്മളിൽ മാറ്റം വന്നപ്പോ മക്കളിൽ മാറ്റമുണ്ടായി. രാധാ ദിനേശൊക്കെ എടുത്തിട്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മൾ മാറ്റമുണ്ടായപ്പോ ഭർത്താവിൽ മാറ്റമുണ്ടായി. എങ്ങനെയാ മാറിയത്? എത്രയോ കാലങ്ങൾ കള്ളു കുടിക്കരുത് പറഞ്ഞ ഭർത്താവ് ഇപ്പോ നമ്മൾ മാറിയപ്പോ തൊടുന്ന പോലും ഇല്ല. എവിടെ നിർത്തി? എങ്ങനെ നിർത്തി? അപ്പോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്നേഹം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ലവ് മാഗ്നറ്റായി മാറുക? എന്തിനാണ് നമുക്ക് ലവ് മാഗ്നറ്റ് എന്നുള്ള വാക്ക് അത്രയും കൃത്യമായി ആലോചിച്ച് തന്നെ പേരിട്ടത്? നമ്മൾ ഇത്രയും കാലം സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നടക്കുകയായിരുന്നു. എന്നെ ഒന്ന് പരിഗണിക്കാമോ? ഞാൻ പറയുന്നൊന്ന് കേൾക്കാമോ? എനിക്കൊരു സാധനം മേടിച്ചു തരാവോ? ഞാനിവിടെ ജീവനോട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ ഭർത്താവിനോടും മക്കളോടും ഞാനിവിടെ ജീവനോട് ഉണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടോ? രാവിലെ പോയാൽ വൈകിട്ട് വരുന്ന ഭർത്താക്കന്മാർ ശ്രദ്ധിച്ചിട്ട് പോലില്ല ഭാര്യ എന്ന് പറയുന്ന സാധനം വീട്ടിലുണ്ട് എന്നുള്ളത്. ആകെ ഭക്ഷണം കൊണ്ടുവെക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലേ? അപ്പോഴെല്ലാം സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നടക്കുകയായിരുന്നു. ആദ്യകാലത്ത് അച്ഛന്റെ മുമ്പിൽ, ആങ്ങളമാരുടെ മുമ്പിൽ, അത് കഴിഞ്ഞപ്പോ ഭർത്താവിന്റെ മുമ്പിൽ, അത് കഴിഞ്ഞപ്പോ മക്കളുടെ മുമ്പിൽ. ഇതല്ലേ ഇത്ര കാലം ചെയ്തത്. ഇവിടെ ഇപ്പൊ ഹാപ്പിനെസ് മാസ്റ്ററിൽ വന്ന് കാലങ്ങൾ വന്നവരുടെ ശേഷം എല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ഇപ്പൊ മനസ്സിലായി എന്നെയാണ് ഞാൻ ആദ്യം നോക്കേണ്ടത്. മനസ്സൊരു വിസ്മയം എടുത്ത് വായിച്ചപ്പോ ആദ്യത്തെ വരികനെ കണ്ടു, ആരെയാണ് ഏറെ ഇഷ്ടം? അപ്പോഴും തുടങ്ങി, ആഹാ, കണ്ണാടി പോയി നോക്കി, ആരെയാണ് ഇത് കാണേണ്ടത്? എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ എന്നെ കണ്ടു തീർന്നില്ലല്ലോ, പിന്നല്ലേ മറ്റാളെ കാണണ്ടേ ഉള്ളൂ എന്ന ചിന്ത വരുമ്പോ സ്വയം സ്നേഹം തുടങ്ങി. അതുകൊണ്ട് ഇത് ആവാത്തവരോടും ആയവരോടും പറയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ബന്ധുക്കൾ എന്ന് പറയുന്നത് അവർ സ്നേഹം നൽകിയാൽ അങ്ങോട്ട് സ്നേഹം നൽകാം എന്ന കണ്ടീഷൻസ് ഒക്കെ തെറ്റാണ്. നമുക്ക് വേണ്ടത് സ്നേഹമാണെങ്കിൽ നമ്മൾ ഒരു സ്നേഹത്തിന്റെ കാന്തമായി മാറണം. അവർക്ക് ഇങ്ങോട്ട് വന്ന് തോന്നണം, ഇവരെ എനിക്ക് സ്നേഹിക്കണം. ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നെ ഒന്ന് സ്നേഹിക്കൂന്ന്? നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞിട്ടാണോ? നിങ്ങൾ സ്നേഹിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ കണ്ടീഷൻ ഇല്ലാതെ സാറിനെ സ്നേഹിക്കുന്നില്ലേ? എന്തുകൊണ്ടാ? സാർ ചിലപ്പോൾ വഴക്ക് പറഞ്ഞാലും നിങ്ങൾ കുഴപ്പമില്ല, സാറല്ലേ, സാറ് വഴക്ക് പറയും എന്ന് പറയുന്നില്ലേ? എന്തുകൊണ്ടാ? സ്നേഹത്തിന്റെ മാഗ്നറ്റായി ഞാൻ മാറിയത് കൊണ്ടാണ്. എനിക്ക് വേണ്ട എന്താണ്? എനിക്കറിയാം എനിക്ക് വേണ്ട എന്താണ്. എനിക്ക് എല്ലാവരെയും സ്നേഹം വേണം. എല്ലാവരുടെയും സ്നേഹം, സജീവന്റെയും വേണം, ശശിയുടെയും വേണം, അരുണിന്റെയും വേണം, എല്ലാവരുടെയും സ്നേഹം എനിക്ക് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സ്നേഹം തരുമോ, സ്നേഹം തരുമോ എന്ന് ചോദിച്ച് നടക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ സ്നേഹത്തിന്റെ മാഗ്നറ്റായി മാറും. ഇങ്ങോട്ട് പോരട്ടെ, പോരട്ടെ, പോരട്ടെ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് നൽകാം. ഞാൻ നൽകിയാൽ മാത്രമല്ല, ഞാനിപ്പോ ചിരിച്ച മുഖത്തോടല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ ഈ സ്നേഹമൊക്കെ ഉണ്ടാവും, പ്രകടിപ്പിക്കോ? നാളെ മുതൽ ഇവിടെ വരികയുണ്ടാവില്ല അല്ലേ? എന്നാൽ പുഞ്ചിരിച്ച മുഖവുമായി സ്നേഹം എല്ലാവർക്കും നൽകുന്ന അവസ്ഥയിൽ ഞാനിവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നൽകിയേ പറ്റുള്ളൂ. നൽകാതിരിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾ മനുഷ്യരാണ്. അപ്പോ ലവ് മാഗ്നറ്റ് എന്ന് ആയിത്തീരുക എന്ന് പറയുന്നത് ജീവിതത്തെ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. നമ്മളിൽ പലരും, വീണ്ടും പറയുന്നു, നമ്മളിൽ പലരും സ്നേഹത്തിനായി പിന്തുടരുകയാണ്, പൊരുതുകയാണ്, അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കുകയാണ്, വ്യക്തമാക്കുകയാണ്, വിളിച്ച് പറയുകയാണ്, വിളിച്ച് ചോദിക്കുകയാണ്, എന്നെ ഒന്ന് സ്നേഹിക്കാമോ, അല്ലേ? പക്ഷെ സ്നേഹം അങ്ങനെ വരുന്ന ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കണം. നീ സ്നേഹമായി മാറുമ്പോൾ സ്നേഹം നിന്നിലേക്ക് വരുന്നു എന്നാണ് കവിവാക്യം. അവനവൻ സ്നേഹമായി മാറുമ്പോൾ എല്ലാ സ്നേഹവും ിലേക്ക് വരുന്നു എന്നുള്ളത്. ഇവിടെ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കാം. ഞാൻ ഈ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞു ലവ് മാഗ്നറ്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് കോഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. 21 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് എല്ലാവർക്കും സാധ്യമാകും. ബന്ധങ്ങളിൽ ഏത് തരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് വേണോ അതൊന്നും വിഷയമല്ല. നിങ്ങൾക്കെല്ലാം ലഭിക്കുന്ന അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹപാത്രമായി മാറാൻ നിങ്ങൾ. ഞാനിവിടെ ഒരു കാര്യം വളച്ചൊടിച്ച് പറയുന്നൊന്നുമില്ല. ഇവിടെ ഒരു കോഴ്സ് ഭർത്താവിനെ മാറ്റാനുള്ള ടെക്നിക്ക് പഠിപ്പിക്കുന്ന കോഴ്സ് അല്ല. കുട്ടികളെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്ന കോഴ്സ് അല്ല. അമ്മയെയോ അച്ഛനെയോ കുറ്റപ്പെടുത്താൻ പഠിപ്പിക്കുന്ന കോഴ്സ് അല്ല. പിന്നെയോ ഇത് മാറ്റാനുള്ള, ആരെ മാറ്റാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കേണ്ടത്?
നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ ആരെ മാറ്റാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്? ഒന്ന് ടൈപ്പ് ചെയ്തോളൂ പെട്ടെന്ന്. ആരെ മാറ്റാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്? ടൈപ്പ് 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 ടൈപ്പ്. ഭർത്താവിനെയാണോ, കുട്ടികളെയാണോ, അമ്മയാണോ, അച്ഛനെയാണോ? ആ ഞാൻ ഞാൻ എന്താ ഇൻവെർട്ടഡ് കോമ എന്താ പറയാ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ പറയാത്ത, അല്ലെങ്കിൽ ഓപ്ഷനിൽ പറയാത്ത ഉത്തരം വരുന്നുണ്ടാവും. അവനവനെ. നിന്നെ മാറ്റാനുള്ള യാത്ര, അത് മാത്രമാണ് പ്രധാനം. അത് മാത്രം ചെയ്താൽ മതി, ബാക്കിയെല്ലാം വരും. തേനായി മാറൂ, വണ്ടുകൾ വന്നോളും. എന്നിട്ട് തേനാണേ തേനാണേന്ന് വിളിച്ചു പറയും വേണ്ട. തേനുള്ളിടത്തേക്ക് വണ്ട് ഓട്ടോമാറ്റിക് വരും. അതിന് വിളിച്ചു പറയണ്ട, അല്ലെ? പലർക്കും വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു പേടിയാണ്. ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ പേടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊക്കെ വലിയ എക്സസൈസ് ഒക്കെ ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കില്ലേ? എത്ര കഷ്ടപ്പാടുണ്ടാവും. ഇതൊക്കെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടുമോ? ഇല്ലേ? എങ്ങനെയൊക്കെ ഇനിയിപ്പോ കോഴ്സും കൂടി വന്നാൽ ഇതൊക്കെ എപ്പോ പഠിക്കും ഞാൻ? എത്ര കാര്യങ്ങൾ എഴുതാൻ പറയും സാറ്, എത്ര വീഡിയോ കാണാൻ പറയും. ഇതൊരു കഷ്ടമായിരിക്കും, അല്ലേ? ഇതിനേക്കാളും നല്ലത് മിണ്ടാതെ വീട്ടിലിരിക്കുന്നതാണ്. അല്ല, ഇത് നിങ്ങളുടെ ശരീരത്തിൽ കഷ്ടപ്പെടുത്തുന്ന ഒരു കോഴ്സല്ല, മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്ന ഒരു കോഴ്സല്ല. ഇത് വളരെ സാവധാനം, സുരക്ഷിതമായി സ്നേഹം നിങ്ങളിൽ നിറക്കുന്ന ഒരു 21 ദിവസത്തെ പ്രാക്ടീസാണ്. അത്രയും ലളിതമാണ്. മറ്റെല്ലാ കോഴ്സും പോലെയല്ല, ലളിതമായി നിങ്ങളിൽ നിറക്കാനുള്ളതാണ്. നിറക്കാന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങളിൽ ഇല്ലാത്ത കാര്യമുണ്ട്. സ്നേഹമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? ഇവിടെ എല്ലാവർക്കും സ്നേഹം ഉണ്ടല്ലോ. എല്ലാവർക്കും സ്നേഹമുള്ളവരല്ലോ. ലവ് എന്ന് ടൈപ്പ് ചെയ്തേ. ലവ് ലവ് എന്ന്, സ്നേഹമുള്ളവർ മാത്രം. എത്ര പേരുണ്ടോ? 10-15 പേരുണ്ടോ നോക്കട്ടെ. സ്നേഹമുള്ളവർ, ലവ് ലവ് എന്ന് മാത്രം. യെസ്, 100-ൽ സംതിങ് ആൾക്കാർ ലൈവിൽ പങ്കെടുക്കുന്നുണ്ട്. എത്ര പേര് ലവ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഇല്ല, പലർക്കും ഇല്ല എന്ന് പറഞ്ഞല്ലേ? ഇല്ലാത്തവർക്ക് ഉണ്ടാക്കണം, ഒരിക്കലും വാങ്ങിക്കണം. ഉള്ളവർക്ക് അതൊന്ന് ഊഷ്മളമായി, കൃത്യമായി കൂട്ടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ സാവധാനം, സുരക്ഷിതമായി 21 ദിവസം യാത്രക്ക് തയ്യാറാകുന്നു. 21 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്താണോ സ്നേഹത്തിൽ നേടേണ്ടത്, നിങ്ങളെ സ്വയം സ്നേഹിക്കുക. അപ്പോൾ കുടുംബ ബന്ധങ്ങളൊക്കെ നന്നായി മാറും. നല്ല ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളും മക്കളുമായിട്ടുള്ള ബന്ധങ്ങളും. അമ്മ പോരിനെ പറ്റി ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം നിങ്ങളൊക്കെ അതിന്റെ കഴിഞ്ഞവരായിരിക്കും, നിങ്ങളായിരിക്കും പിന്നെ പോരുണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അതും നമുക്ക് ശരിയാക്കാം. വേണ്ട, മരുമക്കളൊക്കെ പാവങ്ങളാണ്, അവരെ ഒന്ന് പരിഗണിക്കണം, അവരൊക്കെ നന്നായി നോക്കണം. മക്കളെ പോലെയും മരുമക്കളെ പോലെയും പരിഗണിക്കണം. രണ്ടായിട്ട് തന്നെ പരിഗണിക്കണം. പലരും പറയണ്ടേ, അവൾ എന്റെ മോളെ പോലെ തന്നെ ആയിട്ട് കാര്യമില്ല, അല്ലേ? പോലെ തന്നെ വേണ്ട, മോളായി കരുതണം. പക്ഷെ മോളാകുമ്പോഴും മറ്റേ മോൾക്ക് ചെയ്തു കൊടുത്തത് 25 വയസ്സ് വരെയും അടിവസ്ത്രം കഴുകി കൊടുത്ത അമ്മയാണെങ്കിൽ ഒന്നും പറയാനില്ല, ഒരു കാര്യവും പറയാനില്ല. നിങ്ങൾ യഥാർത്ഥ അമ്മയല്ല എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെയൊന്നുമല്ല മക്കളെ വളർത്തേണ്ടതെന്നും അത് ചേർത്ത് പറയും. ഇതൊക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറയാണ്. പലരും കണ്ടിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടേ ഉള്ളൂ, 21 ദിവസ യാത്രക്ക് നിങ്ങൾ എത്ര പേർ തയ്യാറാണ് എന്റെ കൂടെ? നമ്മുടെ ഉള്ളിലെ വേദനയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പിടിച്ചു വെക്കാതെ വിടാൻ പഠിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ എനർജിയിലേക്ക് ജീവിക്കാൻ തുടങ്ങാൻ എത്ര പേര് തയ്യാറാണെന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. എത്ര പേരുണ്ടെന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞു പോകാം, ടൈപ്പ് ചെയ്യുന്ന മുമ്പ്. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു വാഗ്ദാനവും നൽകുന്നില്ല, ഉടനെ ശരിയാവും, അത് ശരിയാക്കി കളയാം, ഇത് ശരിയാക്കി കളയാം, ഇതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം റിസൾട്ട് നിങ്ങൾക്കറിയാം. സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന റിസൾട്ട് ഞാനായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, അല്ലേ? നിങ്ങൾ അനുഭവിച്ചവരാണ്. അപ്പോ അത് തന്നെയാണ്. പക്ഷെ റിലേഷൻഷിപ്പിലും നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകണം. നിങ്ങൾ മാറി തുടങ്ങുമ്പോൾ അത് കാണാതിരിക്കാൻ ചുറ്റുമുള്ളവർക്ക് സാധിക്കില്ല എന്നുള്ള സത്യം അറിയുക. നിങ്ങൾ മാറിയാൽ മാത്രം മതി, ചുറ്റുമുള്ളവർ എന്താ മാറിയത്, ആയിക്കോട്ടെ എന്ന് പറയുന്ന അവസ്ഥ നമുക്കുണ്ടാവണം. ചുരിദാറും സാരിയും ഒന്ന് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ച നിങ്ങൾ ഇനി അങ്ങനെയല്ല പറയേണ്ടത്, എന്തിനാ ഇത്രയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. കാരണം നിങ്ങൾക്ക് അതൊന്ന് വാങ്ങിച്ചു തരുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ആ സ്നേഹപ്രകടനം, ആ സന്തോഷം അവരെ ഡബിൾ കൊണ്ടുവരാൻ മാത്രമല്ല, ഡബിൾ അവരെ എനർജൈസ് ചെയ്യിപ്പിക്കും, ഡബിൾ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പ്രേരിതമാകുന്ന രീതിയിലെ മാറ്റമുണ്ടാകും. അപ്പൊ എത്ര പേരുണ്ട് നോക്കട്ടെ? കമോൺ എവരിവൺ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ സ്നേഹത്തിനും ശാന്തിക്കും ഒരു കാരണവശാലും വൈകിട്ടില്ല. അത് 50 വയസ്സായാലും 60 വയസ്സായാലും 70 വയസ്സായാലും ആവശ്യമാണ്. അത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമ്മുടെ കൊച്ചുമക്കളും കൊച്ചുമക്കളും എല്ലാവരും
ഒരു നിമിഷം 5 മിനിറ്റെങ്കിലും അമ്മമ്മയുടെ അടുത്തോ അച്ഛമ്മയുടെ അടുത്തോ വന്നിരിക്കാൻ വേണ്ടി കൊതിക്കുന്ന ഒരാളായി നിങ്ങൾ മാറണം. ഇത് വളരെ കൃത്യമായി പറയുകയാണ്. അങ്ങനെ ആവുന്ന ഒരാളായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അതിനുള്ള ചെറിയ പ്രാക്ടീസുകൾ. ഇത് കോഴ്സ് ഞാൻ ആപ്പിൽ തരുന്നില്ല, ലൈവായിട്ട് പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചില എക്സസൈസുകൾ, ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു, അത് നിങ്ങളൊന്ന് ചെയ്തു കഴിയുക. ചില അതിന്റെ റെക്കോർഡിങ്ങും ഞാൻ അതുപോലെ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്തിനനുസരിച്ച് കണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന ലളിതമായ രീതിയിൽ എല്ലാവർക്കും, അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ലളിതമായ രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. ഇത് നിങ്ങളെ കണ്ടെത്താനുള്ള അവസരമാണ്. ഇത് നിങ്ങൾ ഒഴിവാക്കരുതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊന്നും പറയാനില്ല. ഈ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ തീരുമാനിക്കുക. ബാക്കിയുള്ളവരോട് എല്ലാവരോടും ഒറ്റ കാര്യം മാത്രം തീരുമാനിക്കുക. നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്നില്ല ഒന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഒരു കാര്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം പറയുക. ഇനി 6 മാസം കഴിഞ്ഞിട്ട് ഇന്നത്തെ പോലെ ഉള്ളിൽ ഭയമുള്ള ഒരു സ്ത്രീയായി നിങ്ങൾക്ക് ജീവിക്കണമോ വേണ്ടയോ എന്നതിന് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. 6 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴുള്ള അവസ്ഥയിൽ ഉള്ളിൽ ഭയമുള്ള ഒരു ആളായിട്ട് തന്നെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ അല്ല വേണ്ടയോ എന്നത് ഉത്തരം പറയാം. യെസ് ഓർ നോ പറഞ്ഞേ. വേണമെങ്കിൽ വേണമെന്ന് പറഞ്ഞോളൂ, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞോളൂ. അവർക്ക് ഞാൻ പ്രത്യേക ഒരു സമ്മാനം അയച്ചു തരാൻ ശ്രമിക്കാം. വേണ്ട എന്ന് പറയുന്നവർ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. യെസ് യെസ് യെസ്, എല്ലാവരും പറയുന്ന ഒരേ ഉത്തരമാണ്, ഇതുപോലെയല്ല, എനിക്ക് മാറ്റം വേണം, സന്തോഷം, അങ്ങനെ ആയിരിക്കണം. ഞാനിത് പഠിപ്പിച്ചു വരുമ്പോൾ എനിക്കും മാറ്റമുണ്ടാവും. ഇപ്പോൾ ഞാൻ 10 ലക്ഷം ആൾക്കാരെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ അത് എനിക്ക് 1 കോടിയാക്കി മാറ്റാൻ പറ്റും. ഇതാണ് എൻ്റെ ഉദ്ദേശം. അപ്പൊ നിങ്ങൾ എത്ര വരുന്നു അത്രയും ഞാനും കൂടും, അല്ലെ? ഞാൻ ഈ പഠിപ്പിക്കുന്നതൊക്കെ എന്തിനാണ്? ആരെ മാറ്റാനാണ് ഞാൻ പഠിപ്പിക്കുന്നത്? നേരത്തെ പറഞ്ഞു ആരെ മാറ്റാനായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ. ഞാനിവിടെ ക്ലാസ് എടുക്കുന്ന ആരെ മാറ്റാനാണ്? ഒന്ന് ടൈപ്പ് ചെയ്ത്. അത് നിങ്ങളെല്ലാം ഒരു കാര്യം ടൈപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം. മീ എന്ന് ടൈപ്പ് ചെയ്താൽ മതി, 2 ഉത്തരവ് എടുക്കരുത്. നിങ്ങളെ മാറ്റാൻ മീ എന്ന് ടൈപ്പ് ചെയ്താൽ എന്നെ തന്നെ അയക്കും. ഞാനിവിടെ പഠിപ്പിക്കുന്നതൊക്കെ എന്നെ മാറ്റാനുള്ള പ്രക്രിയയാണ്. എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞു നോക്കിയേ. ഞാനിവിടെ പഠിപ്പിക്കുന്നതൊക്കെ, സാറിവിടെ പഠിപ്പിക്കുന്നതൊക്കെ എന്നെ മാറ്റാനുള്ള ക്ലാസ്സുകളാണ്. 2 ഉത്തരം സെയിം അല്ലേ? ഞാനിവിടെ അങ്ങനെ പറഞ്ഞാൽ മതി. ഞാനിവിടെ പഠിപ്പിക്കുന്നതൊക്കെ, സാറിവിടെ പഠിപ്പിക്കുന്നതൊക്കെ എന്നെ മാറ്റാൻ കൂടിയാണ്. ഞാനിവിടെ പഠിപ്പിക്കുന്നതൊക്കെ എന്നെ മാറ്റാൻ വേണ്ടിയാണ്. 2 ഒന്ന് തന്നെ. അപ്പോൾ ഇതിന് മാറ്റമുള്ളവരെല്ലാം ഇന്ന് തന്നെ അഡ്മിനെ വിളിച്ചോളൂ. നിങ്ങൾ പ്രൈസ് ചോദിച്ചോളൂ, മേടിച്ചോളൂ. നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്തോളൂ. കൂടി അധികം സമയം ഒന്നും വെക്കണ്ട. ഇവിടെ സമാധാനമായി, സ്വസ്ഥമായി, ശാന്തിയായി ഇനിയുള്ള കാലമെങ്കിലും ഓഫ് കോഴ്സ്, താങ്ക് യു വെരി മച്ച്. രജനി ജോയിൻ ചെയ്ത്, ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. 1-2 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെ? 2-3 ആൾക്കാർ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. അനൗൺസ് ചെയ്തപ്പോൾ ജോയിൻ ചെയ്തു. വളരെ നല്ല കാര്യം. അപ്പോ നമ്മളെ മുഴുവൻ മാറി പെർഫെക്റ്റ് ആക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറണ്ട. നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആകുന്ന ആളായിട്ട് മാറണ്ട. നിങ്ങളൊരു സ്നേഹ മാഗ്നറ്റായി മാറിയാൽ മാത്രം മതി. ബാക്കിയൊക്കെ അവിടെ, സ്ട്രോങ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഓൾറെഡി ഉണ്ടല്ലോ, അത് അവിടെ ഇരിക്കട്ടെ. സ്നേഹത്തിന്റെ ഒരു ആളായി മാത്രം മാറുക. അപ്പോ എല്ലാവരോടും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. ബാക്കി നമുക്ക് ക്ലാസ്സിൽ നിൽക്കാം. ഇനി അടുത്ത ക്ലാസ് അടുത്ത ദിവസം നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്.